അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 58. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സദഖല്ലാഹു മൗലാനൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഖാരിയയുടെ ഏറ്റവും അവസാന ഭാഗമാണ്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. നന്മയുടെ ത്രാസ് കനം തൂങ്ങിയവൻ സന്തുഷ്ടമായ ജീവിതവും, അതേസമയം നന്മയുടെ ത്രാസ് കനം കുറഞ്ഞുപോയാൽ അയാള് അനുഭവിക്കേണ്ടി വരുന്നത് വളരെ പ്രയാസമുള്ള ജീവിതമാണ്. ഫഉമ്മുഹു ഹാവിയ. അയാളുടെ അഭയകേന്ദ്രം, അയാളുടെ ഉമ്മ, അതായത് അയാളുടെ അഭയകേന്ദ്രം, അത് ഹാവിയ, അഗാധഗർത്തമാണ്, ഒരഗാധഗർത്തമാണ്, ആഴമുള്ള ഒരു കുഴിയാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടിനി ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഹിയ, ഏതാണ് ഈ ആഴമേറിയ കുഴിയെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? നാറുൻ ഹാമിയ, അത് ചുട്ടുപൊള്ളുന്ന തീയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം നരകത്തിന്റെ ആഴം കാണിക്കുന്ന ശബ്ദമാണ് ഏറ്റവും ആദ്യം നടത്തിയത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സമയത്ത് ഞങ്ങൾ മുത്തുനബിയുടെ സദസ്സിലിരിക്കുകയാണ്. ഫസമിഅനാ വജ്ബതൻ, ആ സമയത്ത് ഞങ്ങൾ ഘോരമായ ഒരു ശബ്ദം കേട്ടു. എന്തോ ഒന്ന് ചെന്ന് താഴ്ഭാഗത്ത് പതിക്കുന്ന ഒരു ശബ്ദം, പഥോ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേട്ടു. മുത്തുനബി ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മാ ഹാദാ, ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ശബ്ദം ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, ഇല്ല തങ്ങളെ, അല്ലാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് അറിയുക, ഞങ്ങൾക്കറിയില്ല എന്താണ് ഈ കേട്ട ശബ്ദം. മുത്തുനബി പറഞ്ഞു, ഹജറുൻ ഉർസില ഇലാ ജഹന്നമ മുൻദു 70 ഖരീഫ, 70 കൊല്ലം മുമ്പ് നരകത്തിലേക്കിട്ട ഒരു കല്ല് ഇപ്പോഴാണ് അത് നരകത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് നിലം പതിക്കുന്നത്. ഇപ്പോഴാണ് അതങ്ങോട്ടെത്തിയത്. 70 കൊല്ലം മുമ്പിട്ട കല്ല് ഇപ്പോഴാണ് അടിഭാഗത്തെത്തുന്നതെങ്കിൽ എത്ര ആഴമുള്ള ഒരു കിണർ നിങ്ങൾ സങ്കല്പിച്ചോ. അതിലേക്ക് നമ്മളൊരു കല്ലെറിഞ്ഞാൽ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ അതിന്റെ താഴ്ഭാഗത്തെത്തുകയില്ലേ? വെള്ളത്തിൽ ചെന്ന് വീഴില്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 70 കൊല്ലം സഞ്ചരിച്ചിട്ട് ഇപ്പോഴാണ് ആ കല്ല് നരകത്തിന്റെ അടിയിലെത്തിയതെന്ന് മുത്തുനബി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ആഴമുള്ള കുഴിയാണ് നരകം എന്ന് പറയുന്ന കുഴി. എന്നാൽ അത് കേവലം ആഴമുള്ള ഒരു കുഴി മാത്രമാണോ? ആ കുഴി നിറയെ തീയാണ്. മുത്തുനബി പറഞ്ഞു, വമാ അദ്റാക മാ ഹിയ, അല്ലാഹു പറഞ്ഞു മുത്തുനബിയോട്, നബിയെ, ആ കുഴി എന്താണെന്ന് തങ്ങൾക്കറിയുമോ? നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയാണത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചുട്ടുപൊള്ളുന്ന തീയ്. ആ തീയിന്റെ വലിപ്പത്തെക്കുറിച്ച് സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണവും ഒരു കൊട്ടാരത്തിന്റെ ഉയരവുമാണ് അതിൽ നിന്ന് ഉയരുന്ന ഓരോ തീപ്പൊരികൾക്കും. സുബ്ഹാനല്ലാഹ്. താഴ്ഭാഗത്ത് കത്തിയാളുന്ന തീയുണ്ടകളല്ല, തീജ്വാലകളെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് തീ കത്തുമ്പോൾ അതിൽ നിന്ന് പൊരികൾ പറക്കാറുണ്ട്. ആ ഒരു പൊരിയുടെ വലിപ്പമാണ്
ഒരു പൊരിയുടെ വലിപ്പമാണ് ഈ കേട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതൊക്കെ സത്യമാണെന്നും കണ്ണു ചിമ്മി വീണ്ടും കണ്ണു തുറക്കുമ്പോൾ ഇതൊക്കെ കൺമുമ്പിൽ കാണാനുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്. അല്ലയോ മുഅ്മിനീങ്ങളെ, നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ? അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീർച്ചയായും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നന്മകൾ വർദ്ധിപ്പിക്കണമെന്നതാണ്, തിന്മകൾ ജീവിതത്തിൽ കുറക്കണം, അല്ല ഇല്ലായ്മ ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി സൂക്ഷിച്ചു ജീവിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കുന്നതിന്റെ മുമ്പ് എന്റെ സ്വന്തം ശരീരത്തോട് ഉപദേശിച്ച് ശേഷം നിങ്ങളോടും ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.